എൻ്റെ പേര് ഡാർലി ജീമോൻ. ഞാൻ എറണാകുളം ജില്ലയിലെ വെള്ളാരപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് 5 പ്രാവശ്യം പുതുക്കി. ഇപ്പോൾ വീണ്ടും 24 ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ 9 പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ 10ാം ക്ലാസ്സിലെ SLC എക്സാമിനോടനുബന്ധിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് 23 ഉടമ്പടി എടുത്തത്. അന്ന് ഞാനിവിടെ വരുമ്പോൾ ഞാൻ 2020-25 കാലഘട്ടത്തിൽ ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇതുപോലെ എൻ്റെ വാർഡിലൊരു അംഗൻവാടി ഇല്ലായിരുന്നു. ആ അംഗൻവാടി ഇല്ലാതിരുന്ന സ്വന്തമായൊരു അംഗൻവാടി ഇല്ല, ഒരു വാടക കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വാടകയായിട്ട് ലഭിക്കുന്നത് ഒരു ചുരുങ്ങിയ തുക മാത്രമാണ്. ബാക്കിയുള്ള പൈസ ടീച്ചർ സ്വന്തം കയ്യിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്കൊരു സ്പോൺസറെ കിട്ടാനോ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കെട്ടിടത്തിന് ഫിറ്റ്നസ് കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു സ്വന്തമായൊരു അംഗൻവാടി കെട്ടിടം വേണമെന്ന് ഞാൻ ഇതുപോലെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ മാതാവിന് നിയോഗമായിട്ട് എഴുതിയിടുകയുണ്ടായി. ദൈവകൃപയാൽ എനിക്ക് അതുപോലെ 3 സെൻറ്റ് സ്ഥലം ഒരാൾ തരാമെന്ന് ഏൽക്കുകയും അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം ഇതുപോലെ വാടക കിട്ടാതെയും അതുപോലെ തന്നെ ഈ ഓണർ വാടക കാശ് കൂടുതൽ വയ്ക്കുകയും ചെയ്തപ്പോൾ വാടക കെട്ടിടം മാറേണ്ടി വന്നു. അപ്പോൾ ആരും തന്നെ ഞങ്ങൾക്ക് വാടക കെട്ടിടം തരുന്നില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു വീടിൻ്റെ, അത് ഒഴിഞ്ഞു കിടക്കുന്നൊരു വീടായിരുന്നു, നല്ലൊരു വീടായിരുന്നു. ആ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറുകയും ചെയ്തു. അതനുസരിച്ച് ആ ഓണർ തുച്ഛമായ വിലയ്ക്ക് ഞങ്ങൾക്ക് ആ കെട്ടിടം വാടകയ്ക്ക് തരികയും ചെയ്തു. അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരാൾ, ഞങ്ങളുടെ വാർഡിൽ തന്നെയുള്ള ഒരാൾ തന്നെയാണ്, അയാൾ 3 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. ആ 3 സെൻറ്റ് സ്ഥലം തരുന്നതിനായിട്ട് അയാളൊരു നിബന്ധന വെച്ചത് അയാൾക്ക് 24 സെൻറ്റ് ഭൂമിയുണ്ട്, അത് കരഭൂമിയാക്കി തരണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ഥലം നല്ല സ്ഥലമാണ്, പക്ഷേ അവരതിനു വേണ്ടി ഒത്തിരി പരിശ്രമിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും അയാൾക്കത് പുരയിടാക്കി കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പല സമയത്തും കളക്ട്രേറ്റിൽ പോയി, എന്നിട്ടും നടപടി ഉണ്ടായില്ല. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊന്തയുമായിട്ട് കളക്ട്രേറ്റിൽ ചെന്ന് കളക്ടറെ കണ്ടു. 2-3 പ്രാവശ്യം കാണേണ്ടി വന്നു. എങ്കിലും ഞാൻ എൻ്റെ കാലാവധി തീരുന്നതിന് ഒരു 2 മാസം മുൻപ് അത് പുരയുടെ ഭൂമിയാക്കി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകുകയും ചെയ്തു. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹത്തിന് അമ്മയോടും തിരുക്കുമാരനോടും ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ആ അംഗൻവാടിക്ക് 25 ലക്ഷം രൂപ ഉടനെ തന്നെ ഫണ്ട് വയ്ക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഒരു പ്രൊമോഷൻ എന്നോണം എന്നെ ഈ തവണ ബ്ലോക്കിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുകയും ഞാൻ ബ്ലോക്കിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി. എല്ലാ അനുഗ്രഹത്തിനും അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ചെറിയ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ധനസഹായമായിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ധനസഹായമല്ലാതെ മറ്റുള്ള എന്തെങ്കിലും നിയമപരമായിട്ടുള്ള സഹായങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ സ്ഥിരമായി ചില സമയത്ത് മുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ കൃത്യമായിട്ട് അതിനുശേഷം ഉടമ്പടി ധ്യാനം കൃത്യമായിട്ട് തന്നെ കൂടാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വായന കറക്റ്റ് അരമണിക്കൂർ എനിക്ക് വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വായിച്ച് അരമണിക്കൂർ നേരം വായിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് സന്ധ്യാപ്രാർത്ഥന കൃത്യമായിട്ട് തന്നെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ദിവസവും കുർബാന, കുമ്പസാരം 15 ദിവസം ആണെങ്കിലും ഞാൻ 1 മാസത്തിൽ എന്തായാലും കുമ്പസാരിച്ചിരിക്കും. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് മാതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതുപോലെ ഞാൻ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി വളരാനായിട്ട് ഉടമ്പടി എഴുത്ത് വഴി എനിക്ക് സാധിച്ചിട്ടുണ്ട്.
പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ഡാറി ജിമോൻ എന്ന ഈ സഹോദരി തൻ്റെ പൊതുപ്രവർത്തനത്തിൽ പ്രത്യേകമായി വാർഡിൽ വേണ്ടിയിരുന്ന ഒരു അത്യാവശ്യത്തെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നിയോഗമായി എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും എന്നാൽ അത് അങ്കനവാടിക്കുള്ള സ്ഥലത്തിന് സമീപിക്കുമ്പോൾ അതിലും വലിയൊരു കുരുക്ക്, ഒരു സ്ഥലം മുഴുവനും കരഭൂമിയാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു ഡിമാൻഡ് മകളുടെ മുൻപിലേക്ക് വരുമ്പോൾ ഏറെ വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്ന ആ വിഷയത്തെയും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അമ്മ മാതാവ് ഉടമ്പടി നിയോഗപ്രകാരം മകളുടെ പ്രാർത്ഥനകളെ പൊതുനന്മയ്ക്ക് വേണ്ടി 1 കരഭൂമിയാക്കി മാറ്റുന്നതിനും 2 അവിടെ നിന്ന് 3 സെൻറ്റ് സ്ഥലം അങ്കനവാടി ആവശ്യത്തിന് അനുവദിച്ച് കിട്ടുന്നതിനും സൗജന്യമായി കിട്ടുന്നതിനും അത് ഫണ്ട് ഉപയോഗിച്ച് സ്വന്തമായ ഒരു അങ്കനവാടി കെട്ടിടം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിർമ്മിക്കുന്നതിനും അമ്മ വഴിയൊരുക്കി കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവച്ചത്. നമ്മൾ ദൈവനാമത്തെ പ്രതി എന്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോഴും അമ്മ കൂടെ നിന്ന് എലിസബത്തിനെ സന്ദർശിച്ച് ശുശ്രൂഷിക്കുവാൻ പോയപ്പോൾ എങ്ങനെയാണോ ദൈവശക്തി അമ്മയിൽ പ്രവഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്, അതുപോലെ തന്നെ നമ്മളിലൂടെ അനേകർക്ക് നമ്മൾ അനുഗ്രഹമാകും വിധം നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്നത് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നിയമപരമായി ഏറെ തടസ്സമുള്ളത്, സാഹചര്യങ്ങൾ കൊണ്ട് സൗജന്യമായി സ്ഥലം കിട്ടുവാൻ ബുദ്ധിമുട്ടുള്ളത്, പെട്ടെന്ന് നിർമ്മിച്ചെടുത്ത് തൻ്റെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പരിഹരിക്കുവാനാവാതെ വർഷങ്ങൾ കിടക്കുന്ന ഒരു പ്രശ്നത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, കുരുക്കുകളഴിക്കുന്ന അമ്മ, ജീവിതഭാരങ്ങൾ ഏറ്റെടുത്ത് അവയ്ക്ക് ശുഭകരമായ പ്രതിവിധി നൽകുന്ന അമ്മയുടെ സംരക്ഷണം എങ്ങനെ തൻ്റെ ഈ ജീവിത വിഷയത്തിൽ പൊതുപ്രവർത്തനത്തിൽ അമ്മ സഹായിച്ചുവെന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വിഷയം എന്തു തന്നെയാവട്ടെ, കോടതി വ്യവഹാരമാവട്ടെ, വസ്തുസംബന്ധമായ വിഷയങ്ങളാവട്ടെ, ഒരു കാര്യം ചെയ്യുവാൻ മുതിർന്നിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിത പ്രശ്നമാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് പ്രത്യാശയോടെ സമർപ്പിച്ച് അമ്മയുടെ വലിയ സംരക്ഷണത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സംശയമില്ലാതെ അമ്മയോട് പ്രാർത്ഥിക്കുന്നതൊന്നും അമ്മ നമുക്ക് നിരസിക്കില്ല. പലപ്പോഴും നമ്മുടെ നിയോഗങ്ങൾ വൈകുകയോ അത് അസാധ്യമായി നിലനിൽക്കുകയോ ചെയ്യുന്നതിൻ്റെ ഏക കാരണം പ്രാർത്ഥനയ്ക്കൊപ്പം നമ്മൾ സംശയം വെക്കുന്നു എന്നതാണ്. സംശയമില്ലാതെ ദൈവനാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് മതിയായവൻ എനിക്ക് വേണ്ടി ശക്തമായ പ്രവൃത്തി ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് നാം കൊടുക്കുന്ന ഏതൊരു നിയോഗത്തിന്മേലും ദൈവികമായ ഇടപെടലുണ്ടാകും. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. അന്ന് വരെ അടഞ്ഞിരിക്കുന്ന ഫയലുകൾ തുറക്കപ്പെടും. നമുക്ക് വേണ്ടി നന്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ സാക്ഷ്യവും സന്തോഷവുമാണ് ഈ മകൾ ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. ഈ മകൾക്ക് ലഭിച്ച പൊതുപ്രവർത്തനത്തിൽ ലഭിച്ച അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.